നിരവധി പ്രാസംഗികരെ ഇസ്ലാമിക പ്രബോധന രംഗത്തേക്ക് എത്തിച്ച പഠിതാക്കളുടെ സംരംഭമായ ലവ് ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിന്റെ പുതിയ പ്രോഗ്രാം എന്നെ സ്വാധീനിച്ച ഖുർആനിക വചനം. ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നു. എന്നെ ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്നെ സ്വാധീനിച്ച ഖുർആനിക വചനം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിതത്തിൽ പല പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ടാണല്ലോ നമ്മുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്. ജീവിതത്തിൽ പല ക്ലേശങ്ങളും അനുഭവിച്ച് അവസാനം ആശ്വാസത്തിലേക്ക് എത്തിച്ചേർന്ന പല നിമിഷങ്ങളും നമ്മൾ പലർക്കും ഉണ്ടായിട്ടുണ്ടാകാം. എൻ്റെയും ജീവിതത്തിൽ ഞാൻ അങ്ങനെയുള്ള ഒരു നിമിഷത്തെ ഓർത്തെടുക്കുകയാണ്. മക്കളുടെ വിവാഹവേളയിൽ 2 ദിവസം മുമ്പ് വരെ ഹോസ്പിറ്റലിലൂടെ കയറിയിറങ്ങി മാനസികവും ശാരീരികവുമായ സമ്മർദ്ദങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ച് തലേനാൾ വീട്ടിലേക്ക് എത്തിയപ്പോൾ എല്ലാ പ്രയാസങ്ങളെയും മറികടന്നുകൊണ്ട് മല പോലെ വന്ന പല പ്രയാസങ്ങളെയും അള്ളാഹു മഞ്ഞുപോലെ എളുപ്പത്തിലേക്ക് ആശ്വാസത്തിലേക്ക് എത്തിച്ചു തന്ന നിമിഷങ്ങൾ. ഞെരുക്കത്തിൻ്റെ ഞെരുക്കോട് ഞെരിഞ്ഞമരുന്നവർക്ക് ആശ്വാസത്തിൻ്റെ തെളിഞ്ഞായായി പെയ്തിറങ്ങുന്ന ആ വരികളുടെ പൊരുൾ അടുത്തറിയുന്നത് ഞാൻ അന്നാണ്. എനിക്ക് വേണ്ടിയാണോ അള്ളാഹു ഈ ആയത്തുകളെ ഖുറാനിലെ 94-ാം അധ്യായമായ സൂറ ഇൻഷിറായിലെ അലം നശ്റ 5-6 ആയത്തുകൾ ഇന്നമാൽ ഉസ്രി യുസ്റ ഇന്നമാൽ ഉസ്രി യുസ്റ, അപ്പോൾ അറിയുക നിശ്ചയമായും പ്രയാസത്തോടൊപ്പം ഒരു എളുപ്പം സൗകര്യം അഥവാ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് എന്ന ആ ഖുർആനിക വചനത്തിൻ്റെ വചനം. എനിക്ക് വേണ്ടിയാണോ അള്ളാഹു ഈ ആയത്തിനെ ഇറക്കിയത് എന്ന് പോലും നന്ദിയുടെ ആ നിമിഷങ്ങളിൽ ഓർത്തു പോയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ഈ ആയത്തിനെ ഓതിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ അരുളി ചെയ്തിട്ടുണ്ട്: ഒരു ഞെരുക്കം 2 സൗകര്യത്തെ അതിജയിക്കുകയില്ല തന്നെ. ആശ്വാസത്തിൻ്റെ പിടിവള്ളിയായ ഈ ഒരു ആയത്തിനെ നാം സദാ ഓർത്തിരിക്കേണ്ടതും ഓർമ്മിക്കുന്നവർക്ക് സമാധാനത്തിൻ്റെയും സൽപ്രതീക്ഷയുടെയും ക്ഷമയും അവലംബിക്കാൻ ഉതകുന്നതുമാണ് ഈ വരികൾ. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഏത് പ്രയാസത്തിനൊടുവിലും ഒരു തുറവി അള്ളാഹു നൽകുന്നതാണ് എന്നാണ് നമ്മുടെ ഈ ആയത്തിലൂടെ അള്ളാഹു വ്യക്തമാക്കുന്നത്. സത്യവിശ്വാസികൾക്കാകമാനം ഒരു സമാധാനം പ്രദാനം ചെയ്യുന്ന വരികളാണിവ. ഏതെങ്കിലും രംഗത്ത് അല്പം ഞെരുക്കം ബാധിക്കുമ്പോഴേക്ക് മടുപ്പ് ബാധിച്ച് മാനസികമായി തളരുന്നവരാണ് ഇന്ന് നമ്മിൽ പലരും. എന്നാൽ ക്ലേശത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഫലമായാണ് വികാസങ്ങളും സൗകര്യങ്ങളും ഉടലെടുക്കുന്നത് എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. എങ്കിൽ മാത്രമേ ഏത് പ്രതിബന്ധഘട്ടങ്ങളെയും പ്രതിസന്ധികളെയും തളരാതെ മുന്നോട്ട് കൊണ്ടുപോകാനും അള്ളാഹുവിൽ തവക്കൽ ചെയ്യാനും കഴിയുന്നത്. നാം ഒരു കാര്യം പ്രത്യേകം ഓർത്തെടുക്കേണ്ടതാണ്: അള്ളാഹുവിനോട് മാത്രമായിരിക്കണം നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ജീവിതം അള്ളാഹുവിൻ്റെ വിധിക്കനുസരിച്ചായിരിക്കണം ജീവിക്കേണ്ടത്. സത്യവിശ്വാസികൾക്ക് ആകമാനം സമാധാനവും പകരുന്ന ഒരു തത്വയാഥാർത്ഥ്യമാണ് ഖുർആനിലൂടെ അള്ളാഹു ഈ ആയത്തിലൂടെ നമ്മോട് വ്യക്തമാക്കി തരുന്നത്. അതുകൊണ്ട് അത് മുറുകെ പിടിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടാകട്ടെ. ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.